അപ്പൊ തുടങ്ങാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയേ. ഞാൻ ആ ചേട്ടത്തെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് പോയതാ. സിനിമകളിൽ നല്ല കലക്കൻ ഡയലോഗുകൾ വെച്ച് കഴിച്ചല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അത് ഉഗ്രം ഡയലോഗുകളല്ലേ സിനിമകളിലൊക്കെ പറഞ്ഞു. ഈ പറയുന്ന ഡയലോഗുകൾ ഒന്ന് ഇംഗ്ലീഷ് വൽക്കരിക്കാൻ പറ്റുമോ? ഒന്ന് പോടാ അവിടെ നിന്ന്. ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറ്റുമോ? ഇവിടെ മലയാളം ഡയലോഗ് ഇട്ടിട്ട് തന്നെ ആളുകൾ വിഷമിച്ചില്ല. കാര്യം അത് എന്താ പറയുന്നത്, ഹോളിവുഡ് സിനിമയ്ക്ക് ഒരു തിരിച്ചടിയായിരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. പ്രഭുദേവ സാറിനെ പോലെ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്റ്റൈലിൽ നമുക്ക് ഡാൻസ് ചെയ്യാം. ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. AR റഹ്മാൻ സാറിനെ പോലെ നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ മ്യൂസിക് ചെയ്യാം. ഇതേപോലെ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. ബേസിക്കലി ഞാൻ വെറും പുല്ലാങ്കുഴൽ മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. 5 lakhs rupees ബാഹുബലി ചെയ്യാൻ എനിക്ക് പറ്റൂല. 5 lakhs rupees എനിക്ക് ജുറാസിക് പാർക്ക് ചെയ്യാൻ പറ്റൂല. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. 5 lakhs rupees എനിക്ക് ടൈറ്റാനിക് ചെയ്യാൻ പറ്റൂല. എനിക്ക് എന്റെ രീതിയിൽ ഏത് കാര്യമല്ല, എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ ചെയ്യും. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ശരിയോ തെറ്റോ അത് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട് ഇങ്ങനെ കേട്ടു. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അറിയില്ല, ഞങ്ങള് ഫാൻസാണ്, ഞങ്ങൾ ഇതെല്ലാം അറിയും. ഇല്ലേ, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകണം. ഇത് വലിയ ശല്യമായല്ലോ. തൽക്കാലം എനിക്ക് രാഷ്ട്രീയം താല്പര്യമില്ലാത്ത വിഷയമാണ്. എടി തങ്കി ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകും. എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അഥവാ എങ്ങാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അന്ന് ഞാൻ ഇത് രാജിവെക്കും, ഞാൻ പോയി തൂക്കിച്ചാകും. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല.